നമസ്കാരം. 20th അവറാണ് നിഗൂഢതകളുടെ 20ാം മണിക്കൂർ. നമ്മുടെ തൊട്ടടുത്ത് ഒരു ഇൻഫ്ലുവൻസർ, ഇൻസ്റ്റാഗ്രാം താരമാണ്. വിവാഹ വാഗ്ദാനം നൽകി അയാൾ പീഡിപ്പിച്ചത് 15-ലേറെ പേരെ എന്നാണ്. ഇനിയും ആ കണക്കുയരുമെന്ന് പോലീസ് പറയുന്നു. സ്വന്തം ഭർത്താവിനെ ഒരു ഭാര്യ കൊല്ലാൻ ആസൂത്രണം ചെയ്യുകയാണ്. കൂടെ നിൽക്കുന്നത് അവളുടെ കാമുകൻ പൂജാരിയാണ്. ഈ വാർത്തകളിലേക്ക് നമുക്ക് വിശദമായി എത്താം. സ്വാഗതം 20th അവറിലേക്ക് ഒരിക്കൽ കൂടി. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന പരാതി. ബ്ലോഗർ യദു ഗിരീഷ് അറസ്റ്റിൽ. 15-ലേറെ യുവതികളെ പീഡിപ്പിച്ചു എന്ന് കണ്ടെത്തി. തൃശൂർ താന്യം സ്വദേശിയാണ് യദു ഗിരീഷ് എന്ന ഈ 38-കാരൻ. ആ യദുവാണ് അറസ്റ്റിലായത്. യാജി വന്നേരി മിസ്റ്റർ ഡിഫക്റ്റ് എന്ന പേരിൽ ഇൻസ്റ്റാ അക്കൗണ്ടൊക്കെ ഉണ്ട്. ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. ഏതാണ്ട് ഏറ്റവും ഒടുവിലത്തെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 48.7K അത്രയും എണ്ണമുണ്ട് ഫോളോവേഴ്സിന്റെ കണക്ക്. സജീവമാണ് വളരെ ഇൻസ്റ്റാഗ്രാമിൽ. 405 പോസ്റ്റുകൾ ഇതിനോടകം തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. പരാതി നൽകിയത് 3 പേരാണ്. ആ 3 പേരുടെ പരാതിയിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ആ അറസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി പോലീസ്. മാത്രമല്ല, വിവാഹ വാഗ്ദാനം നൽകിയാണ് ഈ ഇൻഫ്ലുവൻസറുടെ പീഡനമെല്ലാം. ആദ്യം 3 പെൺകുട്ടികളാണ് പരാതിയുമായി രംഗത്തെത്തിയത്. അതേ തുടർന്ന് കൂടുതൽ അന്വേഷണം നടത്തിയപ്പോഴാണ് കൂടുതൽ പേരിലേക്ക്, അതായത് 15 യുവതികൾ പീഡിപ്പിക്കപ്പെട്ടതായി കണ്ടെത്തുന്നത്. ഈ യുവതികളുടെ മൊഴിയെടുക്കാനുള്ള ശ്രമത്തിലാണ് തൃശ്ശൂരിലെ ക്രൈം ഡിറ്റാച്ച്മെന്റ് ACPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം. ഈ യുവതികളുടെ നഗ്ന വീഡിയോ ചിത്രീകരിച്ചിട്ടുണ്ട് എന്നും ആ നഗ്ന വീഡിയോ വെച്ച് ഭീഷണിപ്പെടുത്തിയുമായിരുന്നു ഈ പീഡനങ്ങൾ അധികവും എന്നാണ് വ്യക്തമാവുന്നത്. മാത്രമല്ല, ഈ പെൺകുട്ടികളിൽ നിന്ന് പണം വാങ്ങിയതായും പരാതികളിൽ പറയുന്നുണ്ട്. IT ആക്ട് പ്രകാരവും ഈ പ്രതിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഉറപ്പിച്ചു പറയുന്നു ഡിറ്റാച്ച്മെന്റ് സംഘം കൂടുതൽ പരാതികൾ ഇയാൾക്കെതിരെ ഇനിയും ഉയർന്നു വരുന്നുണ്ട് എന്ന്. അതായത് നിലവിൽ 15 പേരെയാണ് കണ്ടെത്തിയതെങ്കിൽ തൃശൂർ ക്രൈം ഡിറ്റാച്ച്മെന്റിന്റെ കണക്ക് വെച്ച് അത് 20 വരെ എത്താനുള്ള സാധ്യത പറയുന്നു അവർ. സ്ത്രീകളുമായി സൗഹൃദം സ്ഥാപിക്കും ആദ്യം. അതാണ് ഗിരീഷിന്റെ ആദ്യ ഏർപ്പാട്, യദുവിന്റെ. അതിനുശേഷം വിവാഹ വാഗ്ദാനം നൽകും. പിന്നീടാണ് പീഡനം. ഈ റീലുകൾ പരിശോധിച്ചാൽ അതിലെല്ലാം വരും. ഡാൻസ് ഉണ്ട്, അഭിനയം, ഫാഷൻ, അങ്ങനെ പലവിധ കണ്ടന്റുകൾ നിറച്ചാണ് യദു ഇൻസ്റ്റാഗ്രാമിൽ താരമായത്, ഇൻഫ്ലുവൻസറായത്.
ഈ ഫോൺ എടുത്ത് ഇങ്ങനെ തോണ്ടി തോണ്ടി നമ്മൾ കാണുന്ന ഒരുപാട് പേർ ഇൻസ്റ്റയിൽ ഇങ്ങനെ താരങ്ങളാണല്ലോ. ഇവരുടെ വലയിൽ അത് അവർ നിൽക്കുന്ന കെണി വലയിൽ കുടുങ്ങരുത് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. ഇൻസ്റ്റാഗ്രാമിൽ കണ്ട് അവരെ അതുപോലെ തന്നെ സ്ക്രോൾ ചെയ്ത് വിട്ടോളൂ. അതിനപ്പുറത്തേക്കുള്ള സൗഹൃദങ്ങൾക്ക് പോയാൽ ഇതുപോലുള്ള ചില ചതിക്കണികൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടാകും എന്നാണല്ലോ ഇനിയും പരാതികൾ കൂടാനുള്ള സാധ്യത തന്നെയാണ് പോലീസ് പറയുന്നത്. യുവാവിനെ കൊലപ്പെടുത്തിയത് ഭാര്യയും കാമുകനായിട്ടുള്ള പൂജാരിയും ചേർന്ന് ഒഴിഞ്ഞ സ്ഥലത്തെത്തിച്ച് ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് അടിച്ചു വീഴ്ത്തി. മധ്യപ്രദേശിലെ ജബൽപൂരിനടുത്ത മാണ്ഡ്ല ഈ സ്ഥലത്താണ് ഈ സംഭവം. ഫെബ്രുവരി 11-ാം തീയതിയാണ് ആ കൊലപാതകം നടക്കുന്നത്. പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഈ ബുധനാഴ്ചയും. സുമിത് എന്ന യുവാവാണ് കൊല്ലപ്പെടുന്നത്. പിടിയിലായത് സുമിത്തിന്റെ ഭാര്യ ജമുനയും അവളുടെ കാമുകൻ സൂര്യകാന്തും. ഫെബ്രുവരി 14-ാം തീയതിയാണ് സുമിത്തിന്റെ സഹോദരൻ ഒരു മിസ്സിംഗ് കേസുമായി പോലീസ് സ്റ്റേഷനിലെത്തുന്നത്. അങ്ങനെ അന്വേഷണം ആരംഭിച്ച പോലീസ്. അന്വേഷണത്തിനിടെ പോലീസിന് ഒരു മൃതദേഹം കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായി. സുമിത് മരിച്ച അന്ന് രാത്രി ഈ എമർജൻസി നമ്പറിൽ വിളിച്ച് ഈ ഭാര്യയായിട്ടുള്ള യമുന ഒരു പരാതി നൽകി. ഒരു മോഷണം നടന്നിട്ടുണ്ട് അവളുടെ വീട്ടിൽ നിന്ന്. കവർച്ചയ്ക്കെത്തിയവർ ഭർത്താവിനെ കൊന്നു എന്ന് വരുത്തി തീർക്കാൻ അവൾ നടത്തിയ ആദ്യ ചുവടായിരുന്നു അത് പോലീസിന് ബോധ്യപ്പെട്ടു. അന്ന് ആ പരാതി കിട്ടിയ അടിസ്ഥാനത്തിൽ കവർച്ച പരിശോധിക്കാനെത്തിയ പോലീസിന് സംശയാസ്പദമായ രീതിയിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ അതേ തുടർന്നാണ് ഇത് പോലീസിന്റെ മനസ്സിലുണ്ട്. പിന്നീടാണ് മൃതദേഹം കണ്ടെത്തിയ ശേഷം, അതായത് 14-ാം തീയതി ജമുനയെ വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസ് സംഘം തീരുമാനിക്കുന്നത്. കാമുകൻ സൂര്യകാന്തുമായി ചേർന്ന് ഭർത്താവിന്റെ കൊലപാതകത്തിന് പദ്ധതിയിട്ടുവെന്ന് ഒടുവിൽ ആ ഭാര്യ സമ്മതിച്ചു. टिकरिया थाना क्षेत्र में 14 फरवरी को सुमित काछी के ब्रदर के द्वारा शिकायत दर्ज करवाई गई थी कि उनके भाई गुमशुदा हो गए हैं। गुमशुदगी की कार्रवाई होने के पश्चात पुलिस के द्वारा जब इन्वेस्टिगेशन किया गया तो उनको एक डेड बॉडी होने का सूचना मिली जो कालपी और टिकरिया थाना क्षेत्र के बीच में है। जब पुलिस ने बॉडी को आइडेंटिफाई करवाया तो उसने अपने भाई की इसको बॉडी होना बताया। पुलिस ने जब इन्वेस्टिगेशन किया तो उसे पता चला है कि 11 तारीख को जो मृतक है उसकी वाइफ जमुना काछी ने 112 में शिकायत करी थी कि उनके साथ लूट का प्रयास किया गया है। पुलिस ने उसके आधार पर जब वहाँ पे जांच करी तो ऐसा कुछ भी नहीं पाया और उस महिला को उसके ससुराल के साथ में वापस रवाना कर दिया। तत्पश्चात जब पुनः गुमशुदगी की कायमी हुई और जब बॉडी मिली तो पुलिस ने उसको वापस पूछताछ करी तो उसने बताया कि उसका मुख्यतः सूर्यकांत नामक एक युवक है जो कि जबलपुर का है, उसके साथ प्रेम संबंध था और लगभग पिछले 1 वर्ष से वो अपने पति से अलग रह रही थी। ഒരു വർഷമായി ഭർത്താവിൽ നിന്ന് വേർപിരിഞ്ഞ് താമസിക്കുകയായിരുന്നു ജമുന. ഫെബ്രുവരി 11-ാം തീയതി ആ ജബൽപൂരിൽ താമസിക്കുന്ന ഈ കാമുകൻ സൂര്യകാന്തിനെ, ആ പൂജാരിയെ മാണ്ഡ്ലയിലെ ഇവളുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. അന്ന് സുമിത്തും ആ ഭർത്താവും അവിടെ എത്തിയിരുന്നു. ഇവരുടെ ഈ പ്രണയബന്ധം ഉൾപ്പെടെ സുമിത്തിനോട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. അങ്ങനെ 3 പേർക്കിടയിൽ ഒരു തർക്കമുണ്ടാവുന്നു. വിഷയം പരിഹരിക്കാനെന്ന മട്ടിൽ ജമുന ഈ സുമിത്തിനെ അടുത്തുള്ള ഒരു ഒഴിഞ്ഞ പ്രദേശത്തേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ വെച്ചാണ് സൂര്യകാന്ത് ക്രിക്കറ്റ് ബാറ്റ് ഉപയോഗിച്ച് സുമിത്തിനെ ആക്രമിക്കുന്നത്. അടിച്ചു വീഴ്ത്തിയ ശേഷം തേങ്ങ വെട്ടുന്ന വെട്ടുകത്തി അതുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ഒരു ക്ഷേത്രത്തിലെ പൂജാരിയെ ജോലി ചെയ്യുകയാണ് ഈ കാമുകൻ സൂര്യകാന്ത്. സുമിത്തും ജമുനയുമാവട്ടെ അവർ പ്രണയവിവാഹിതരാണ്. 2020-ലായിരുന്നു അവരുടെ വിവാഹം. 2 വർഷക്കാലത്തോളം പ്രണയിച്ച ശേഷമാണ് വിവാഹത്തിലേക്ക് എത്തിയതെന്ന് ആ സുമിത്തിന്റെ ബന്ധുക്കൾ പറയുന്നു. ये 2020 में शादी हुई थी धनवंतरी नगर परसवाड़ा निवासी धनीराम पटेल की बेटी जमुना पटेल से और सामाजिक रीति रिवाज से ही शादी हुई थी, परंतु था प्रेम विवाह। दोनों एक दूसरे को लगभग 2 वर्ष पूर्व से ही जानते थे। सरकार से ही मांग करते हैं कि दोषियों को बिल्कुल कड़ी से कड़ी सज़ा मिले, जैसे कि दोषी तो वही हैं और इनको मृत्युदंड या कम से कम आजीवन कारावास तो मिलना चाहिए।
അങ്ങനെ പ്രണയിച്ച് വിവാഹിതനായിട്ടുള്ള സുമിത്തിന്റെ ദാരുണാന്ത്യം ആ കുടുംബത്തിനുണ്ടാക്കിയ ആഘാതം ചെറുതല്ല. ഏറ്റവും കുറഞ്ഞത് ജീവപര്യന്തമെങ്കിലും അവർക്ക് നൽകണമെന്ന് ആവശ്യപ്പെടുകയാണ്. കേസ് അന്വേഷണം അത്തരത്തിൽ പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ബന്ധുക്കൾ. വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോയാൽ മലപ്പുറം ആദവനാട് ഊരോത്തും പള്ളിയാലിൽ 65 അടി താഴ്ചയിലുള്ള ക്വാറിയിലേക്ക് വീണ ആ ലോറി പുറത്തെടുത്തു. ലോറിക്കുള്ളിൽ ഒരാൾ കുടുങ്ങിയിരുന്നു. ലോറിയിൽ കുടുങ്ങിയ സഹായി മുസ്തഫയെ കണ്ടെത്താനായി മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനമാണ് നടത്തിയത്. അപകട സമയത്ത് ലോറിയിൽ നിന്ന് പുറത്തേക്ക് ചാടിയ ഡ്രൈവർ ജാഫറിനെ നാട്ടുകാർ ഉടൻ തന്നെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. ജിഷാദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജിഷാദ്, മണിക്കൂറുകൾ നീണ്ട ഒരു രക്ഷാപ്രവർത്തനമാണ്. ആ രക്ഷാദൗത്യത്തിനൊടുവിൽ എന്താണ് സാഹചര്യം? ലോറിയുടെ ക്യാബിൻ ഏതാണ്ട് തകർന്ന മട്ടിലാണെന്നൊക്കെ റിപ്പോർട്ടുകളുണ്ട്. ഈ മുസ്തഫയുടെ സാഹചര്യം എന്താണ്? എൽദോ, മലപ്പുറം ആദവനാട് ഊരോത്തുപള്ളിയിലാണ് കോറിയിലേക്ക് മറിഞ്ഞ ലോറിയിൽ നിന്നും പൂർണ്ണമായി ലോറി പുറത്തെടുത്ത് സഹായിയായ മുസ്തഫയെ പുറത്തെടുത്തു. അല്പസമയത്ത് മുമ്പ് തന്നെ പുറത്തെടുത്തെന്ന വിവരം പങ്കുവെക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു അപകടം നടക്കുന്നത്. ഈ ലോറി അതായത് 60 അടി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. ലോറി മറിഞ്ഞ പാടന്നെ വെള്ളമുള്ള കോറിയായിരുന്നു. അതിലേക്ക് താഴ്ന്ന പാടെ തന്നെ ഈ മുസ്തഫ ഇതിനുള്ളിൽ അകപ്പെടുകയായിരുന്നു. ഒപ്പം ഉണ്ടായിരുന്ന ഡ്രൈവർ ചട്ടിപ്പറമ്പ് സ്വദേശി ജാഫർ നീന്തി രക്ഷപ്പെട്ടിരുന്നു. ഇദ്ദേഹത്തെ നാട്ടുകാർ ചേർന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ മുസ്തഫയെ പുറത്തെടുത്തു. മുസ്തഫയുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം മരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചു. കാരണം ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് ബോഡി. നമ്മൾ സംഭവ സ്ഥലത്ത് തന്നെ റിപ്പോർട്ടുകളും വിഷ്വൽസും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അപകടം നടന്ന് മണിക്കൂറുകൾ, അതായത് 1 മണിക്ക് നടന്ന അപകടം ഇപ്പോൾ 8:15 കൂടിയിട്ടാണ് ഈ മൃതദേഹം പുറത്തെടുക്കാൻ കഴിഞ്ഞത്. കാരണം ഫസ്റ്റ് ഘട്ടത്തിൽ റോപ്പ് ഉപയോഗിച്ച് വാഹനത്തെ പൊന്തിക്കാൻ ശ്രമിച്ചെങ്കിലും റോപ്പ് പൊട്ടിപ്പോകുന്ന അവസ്ഥ. പിന്നീട് 2 റോപ്പ് എത്തിച്ചായിരുന്നു ഈ അതായത് രക്ഷാപ്രവർത്തനം നടത്തിയത്. സ്കൂബ ഡൈവേഴ്സ് അടക്കം ഈ വെള്ളത്തിലേക്ക് മുങ്ങിപ്പോയായിരുന്നു ഈ ലോറിയുടെ ക്യാബിൻ കുടുക്കി വാഹനം പൊന്തിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നത്. സ്കൂബ ഡൈവേഴ്സിനടക്കം കാണാത്ത രൂപത്തിലായിരുന്നു. അതായത് വെള്ളത്തിൽ ഈ ഓയിലും ഡീസലും കലർന്നിട്ട് ഈ വെള്ളത്തിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും ഈ ലോറി പുറത്തെടുത്ത് മുസ്തഫയെ രക്ഷിച്ചു. മുസ്തഫയുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ജിഷാദ്, ഈ ആ പാറമട ക്വാറിയിലെ ഒരുപാട് ആഴമാണ് തടസ്സമായി നിന്നത്. ഇത്രയും വൈകാനുള്ള സാഹചര്യം ഉണ്ടായത് അവിടെ രക്ഷാദൗത്യത്തിനുള്ള ഉപകരണങ്ങൾ, ക്രെയിൻ ഉൾപ്പെടെയൊക്കെ എത്തിക്കുന്നതിൽ കാലതാമസം ഉണ്ടായോ ഏതെങ്കിലും സാഹചര്യത്തിൽ? എൽദോ, പ്രദേശത്ത് നിന്ന് വൈരങ്കോട് ഉത്സവം നടക്കുകയാണ്. ഉത്സവം നടക്കുന്നത് തന്നെ റോഡുകളെല്ലാം ബ്ലോക്ക് ആയിരുന്നു. ഈ ഉച്ചയ്ക്ക് 1 മണിക്കായിരുന്നു ഈ അപകടം സംഭവിക്കുന്നത്. ഊരോത്തുപള്ളിയിൽ ഭാഗത്ത് കുത്തനെയുള്ള കയറ്റമായിരുന്നു. കുത്തനെയുള്ള കയറ്റത്തിൽ വാഹനത്തിന്റെ ടയർ പൊട്ടി ഈ വാഹനം 60 അടി താഴ്ചയിലേക്കുള്ള കോറിയിലേക്ക് പതിക്കുകയായിരുന്നു. വാഹനം പൂർണ്ണമായും മുങ്ങിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. പിന്നീട് ഡ്രൈവർ നീന്തി രക്ഷപ്പെട്ടെങ്കിലും ഈ സഹായിയായ അതിനുള്ളിൽ അകപ്പെടുകയായിരുന്നു. അദ്ദേഹത്തെ പുറത്തെടുക്കാൻ പലതവണ ഫയർഫോഴ്സും അതുപോലെ തന്നെ സ്കൂബ ഡൈവേഴ്സും ശ്രമിച്ചെങ്കിലും അത് സാധ്യമായില്ല. ഫയർഫോഴ്സിന്റെ ആളുകൾക്കടക്കം പരിക്ക് പറ്റുന്ന ഒരു സ്ഥിതി ഉണ്ടായി. എന്തായാലും ഈ രക്ഷാപ്രവർത്തനം കഴിഞ്ഞു. ഈ ആളെ പുറത്തെടുത്തിട്ടുണ്ടെന്ന വിവരമാണ് നമുക്ക് ലഭ്യമാക്കാനുള്ളത്. എന്തായാലും ഈ മുസ്തഫയുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാരണം മണിക്കൂറുകളോളം ഈ വെള്ളത്തിൽ അകപ്പെട്ടു മുസ്തഫ. ശരി ജിഷാദ്, എന്നാലും അവിടെ ആദവനാട് വെള്ളത്തിൽ ക്വാറിയിലേക്ക് വീണ ലോറി പുറത്തെടുത്തു. ദൗർഭാഗ്യവശാൽ ക്ലീനർ മുസ്തഫയെ ജീവനോടെ വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. മുസ്തഫയുടെ മരണം സ്ഥിരീകരിച്ചു എന്നാണ് ജിഷാദ് റിപ്പോർട്ട് ചെയ്യുന്നത്. ലോറി ഡ്രൈവർ ഇപ്പോൾ ആശുപത്രി ചികിത്സയിലാണ്. അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണെങ്കിലും അത്യന്തം ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ്. ലോറി ക്ലീനർ മുസ്തഫയുടെ മരണം സ്ഥിരീകരിച്ചു എന്നുള്ള റിപ്പോർട്ട്. ഒരു പെട്രോൾ പമ്പിലെത്തി ലൈറ്റർ കത്തിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? പെട്രോൾ പമ്പിൽ വെച്ച് പുകവലിക്കാൻ ശ്രമിച്ചത് തടഞ്ഞപ്പോൾ അരിശം. ഇന്ധന ടാങ്കിന് തീയിട്ട യുവാവ്, ഒഴിവായത് വൻ ദുരന്തം.
ഈ കണ്ട ദൃശ്യങ്ങൾ ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ നിന്നാണ്. വ്യാഴാഴ്ച വൈകിട്ട് ബൈക്കിൽ പെട്രോൾ അടിക്കാനായി 2 യുവാക്കളെത്തുകയാണ്. പേര് ധർമ്മേന്ദ്ര ഖത്രി, ഒപ്പം ഇമ്രാൻ. ഈ പെട്രോൾ നിറയ്ക്കാൻ തുടങ്ങിയതും ഈ ബൈക്കിന്റെ പിന്നിലിരുന്ന ധർമ്മേന്ദ്ര ഖത്രി താഴേക്കിറങ്ങി ഒരു സിഗരറ്റ് എടുത്തു കത്തിക്കാൻ. സിഗരറ്റ് വലിക്കാൻ തുടങ്ങി. അത് പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കുന്ന സമയത്താണെന്ന് നോക്കണം. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഇമ്രാൻ അത് തടഞ്ഞു. ഒപ്പം ആ പമ്പിലെ ജീവനക്കാരനും അത് വിലക്കി. ഇതിൽ ദേഷ്യം തോന്നിയ യുവാവ് എന്തു ചെയ്തു? പെട്രോൾ ഒഴിക്കാനായി തുറന്നു വെച്ചിരുന്ന ആ പെട്രോൾ ടാങ്കിൽ ലൈറ്റർ കൊണ്ട് തീയിട്ടു. ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൊടുക്കാം. തീ ആളിയതും പെട്രോൾ അടിക്കുന്ന ആ നോസിൽ വലിച്ചെറിഞ്ഞ ജീവനക്കാരൻ മാറി. ഈ നോസിൽ നിന്നും തെറിച്ച പെട്രോൾ തുള്ളികളിൽ അതിനും തീ പിടിച്ചു. ആ പെട്രോൾ പമ്പിലെ മെഷീനിലേക്കും തീ അങ്ങ് പടർന്നു. ഈ ധർമ്മേന്ദ്ര ഖത്രിയുടെ ദേഹത്തേക്കും ആ തീ ഇങ്ങനെ തെറിക്കുന്നത് നമുക്ക് കാണാം. ആ പെട്രോൾ പമ്പിലെ ജീവനക്കാരൻ ആ നോസിൽ ഇങ്ങനെ പെട്ടെന്ന് വലിച്ചെറിയുമ്പോൾ ആ തെറിച്ച ആ പെട്രോൾ കൊണ്ട് ആ സിഗരറ്റ് കത്തിച്ച അദ്ദേഹത്തിൻ്റെയും ദേഹത്തേക്ക് വീണു. എന്താണെങ്കിലും വളരെ സമചിത്തത്തോടുകൂടി ആ പമ്പിലെ ജീവനക്കാരൻ ഇടപെട്ടു എന്ന് വേണം ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ വലിയൊരു ദുരന്തം ഒഴിവായി പോവുകയും ചെയ്തു. ഫയർ എക്സ്റ്റിങ്ക്വിഷർ എടുത്ത് ആ ജീവനക്കാരൻ വളരെ പെട്ടെന്ന് ആ തീ അണയ്ക്കുന്നത് ദൃശ്യങ്ങളിലുണ്ട്. പെട്രോൾ പമ്പിൽ സിഗരറ്റ് വലിച്ചത് തടഞ്ഞതിന് ഇന്ധന ടാങ്കിന് തീ കൊളുത്തുന്ന സാഹചര്യം. ഏത് സാഹചര്യമാണ്, എന്ത് പ്രകോപനമാണ് ഇയാളെ ഇങ്ങനെ ചെയ്യിപ്പിച്ചത് എന്താണ് എന്ന് വ്യക്തമല്ല. എന്നാണെങ്കിലും രണ്ടുപേരെയും, ഈ ധർമ്മേന്ദ്രയും ഇമ്രാനെയും അവർ രക്ഷപ്പെടാൻ ശ്രമിച്ചു. പിന്നാലെ തന്നെ ഈ പെട്രോൾ പമ്പിലെ ജീവനക്കാർ തന്നെ അവരെ പിടികൂടി പോലീസിന് കൈമാറി. പോലീസ് അറസ്റ്റ് ചെയ്തു. ജനജീവിതം അപകടത്തിലാക്കാൻ ശ്രമിച്ചതിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മൂന്ന് മാസം ഗർഭിണിയായ മുൻ ഭാര്യയെ യുവാവ് വീട്ടിൽ കയറി കുത്തിക്കൊന്നു. ഗാർഹിക പീഡന പരാതി നൽകിയതും തുടർന്നുള്ള അമ്മയുടെ മരണവും പ്രകോപന കാരണമെന്ന് പോലീസ്. ഹൈദരാബാദിലെ വനസ്ഥലിപുരം ഗ്രീൻ സിറ്റി കോളനിയിലാണ് ഈ ദാരുണമായിട്ടുള്ള സംഭവം. IT ജീവനക്കാരിയായിരുന്നു ആ കൊല്ലപ്പെട്ട സുനിത. അവൾക്ക് 39 വയസ്സായിരുന്നു പ്രായം. പ്രതി അവളുടെ മുൻ ഭർത്താവാണ് ദേവരക്കൊണ്ട മഹേഷ്. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബുധനാഴ്ച ഉച്ചയ്ക്കായിരുന്നു ദാരുണമായിട്ടുള്ള ഈ സംഭവം. വിവാഹമോചനത്തിന് ശേഷം സുനിത മറ്റൊരു വിവാഹം കഴിച്ചതും ഒപ്പം ഗാർഹിക പീഡന പരാതി ഇയാൾക്കെതിരെ നൽകിയതുമാണ് ഈ മഹേഷ് ദേവരക്കൊണ്ട എന്നാണ് അയാളുടെ പേര്. അയാളെ പ്രകോപിപ്പിച്ചതെന്ന് പോലീസ് പറയുന്നു. ഗാർഹിക പീഡന കേസിന് പിന്നാലെ ഈ മഹേഷിന്റെ അമ്മ മരിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ പീഡന കേസ് കാരണം ആ കുടുംബമാകെ തളർന്നിരുന്നു എന്നാണ്. അമ്മയുടെ മരണത്തിന് കാരണമായത് തൻ്റെ മുൻ ഭാര്യയായിട്ടുള്ള സുനിതയാണ് എന്നും ഇയാൾ കുറ്റപ്പെടുത്തിക്കൊണ്ട് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. 2 കത്തികൾ, ഒപ്പം ഒരു ഇലക്ട്രിക് വാള്, 1 കുപ്പി പെട്രോൾ, ഇവയൊക്കെ ആയിട്ടാണ് മുൻ ഭാര്യയുടെ പുതിയ ഭർത്താവിൻ്റെ ആ വീട്ടിലേക്ക് ഇയാൾ എത്തുന്നത്. പുതിയ വീട് ഏതാണ്, ഭർത്താവിനെ എങ്ങനെ കണ്ടെത്തണമെന്നൊന്നും അറിയാതെ ഇയാൾ സമൂഹ മാധ്യമങ്ങൾ അരിച്ചു പറക്കി. അതിലെ പോസ്റ്റുകൾ പരിശോധിച്ചാണ് മഹേഷ് സുനിതയുടെ പുതിയ വിലാസം അല്ലെങ്കിൽ 2ാം ഭർത്താവിൻ്റെ വീടിൻ്റെ അഡ്രസ്സ് മനസ്സിലാക്കിയതെന്ന് പോലീസ് പറയുന്നു. ബുധനാഴ്ച അങ്ങനെ ഉച്ചയോടെ ഫ്ളാറ്റിൽ കടന്നുകൂടി. നേരെ സുനിതയുടെ മുറിയിലേക്ക് എത്തി.
ഈ സമയം ജോലിയിലായിരുന്നു സുനിത. തുടർന്ന് അകത്തുനിന്ന് വാതിൽ ഇയാൾ പൂട്ടിയിട്ടു. എന്നിട്ട് സുനിതയുമായി 1-2 പറഞ്ഞ് വഴക്കായി, വലിയ തർക്കമായി. പിന്നാലെ ഈ ബാഗിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് സുനിതയെ തുരുതുരാ കുത്തി. ആ യുവതിയുടെ ശരീരം ആസകലം കുത്തി പരിക്കേൽപ്പിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. ആ മുറിയിലാകെ രക്തം തളം കെട്ടിക്കിടക്കുന്ന സാഹചര്യമായിരുന്നു. തലയിലും കുത്തേറ്റു. ഇതിനിടെ സുനിതയുടെ നിലവിളി കേട്ട് ടെറസിലായിരുന്ന രണ്ടാം ഭർത്താവിൻ്റെ മാതാവും മറ്റൊരു മുറിയിലായിരുന്ന ഭർത്തൃ സഹോദരനും ഓടിയെത്തി. ഇവർ അയൽക്കാരെയും പോലീസിനെയും ഒക്കെ വിവരം അറിയിച്ചു. പക്ഷേ പോലീസ് സ്ഥലത്തെത്തിയപ്പോഴേക്കും മഹേഷ് കുളിമുറിയിൽ കയറി ഒളിച്ചു. പിന്നീട് കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ അത് ദേഹത്തേക്ക് ഒഴിച്ചു. ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണി മുഴക്കി. ഒടുവിൽ പോലീസ് ഉദ്യോഗസ്ഥർ അനുനയിപ്പിച്ചാണ് ഇയാളെ പുറത്തേക്ക് ഇറക്കിയത്. പിന്നാലെ തന്നെ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കൊല്ലപ്പെട്ട സുനിതയും മഹേഷും 2022 വിവാഹിതരാവുന്നത്. രണ്ടുപേരും IT ജീവനക്കാരായിരുന്നു. വിവാഹശേഷം രണ്ടുപേരും കാനഡയിലേക്ക് പോയി. എന്നാൽ അവിടെ വെച്ച് ദാമ്പത്യ പ്രശ്നങ്ങൾ തുടങ്ങി. അങ്ങനെ 2024 സുനിത ഇന്ത്യയിലേക്ക് തിരികെ എത്തി വിവാഹമോചനത്തിനായി കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു. ഇതിനിടെ മഹേഷിനും കുടുംബത്തിനുമെതിരെ ഗാർഹിക പീഡന കേസും ഫയൽ ചെയ്തു. അങ്ങനെ 2025 സുനിത വീണ്ടും വിവാഹിതയാവുന്നത്. ഇതിനിടെ ഇയാൾ മഹേഷ് നാട്ടിലേക്കെത്തി. ഈ ഗാർഹിക പീഡന കേസിൽ ലുക്കൌട്ട് സർക്കുലർ ഉള്ളതിനാൽ വിമാനത്താവളത്തിൽ വെച്ച് തന്നെ പോലീസ് ഇയാളെ പിടികൂടി. ഇയാളുടെ പാസ്പോർട്ട് പിടിച്ചെടുത്തു. അങ്ങനെ ആ മഹേഷിന്റെ കാനഡയിലേക്കുള്ള മടക്കയാത്ര മുടങ്ങി. ഇതിലുള്ള നിരാശ, തിരികെ പോകാൻ കഴിയാത്തതിലുള്ള വിഷമം, ഇതൊക്കെയാണ് സുനിതയെ ഇത്തരത്തിൽ ആക്രമിച്ചു കൊല്ലാൻ കാര്യമെന്ന് പറയുന്നു. ഒപ്പം അവൾ തന്നെ ഉപേക്ഷിച്ച ശേഷം മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നതും വല്ലാത്ത രീതിയിൽ വൈരാഗ്യബുദ്ധി ഉണർത്തി. ട്വന്റി തവറിന് സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും 20 തവർ നാളെ 20 മണിക്കൂറിലും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.